ഈ വീഡിയോ കാണുന്ന നിങ്ങളൊരാണാണെങ്കിൽ നമ്മളെക്കുറിച്ച് തന്നെ ഇൻട്രസ്റ്റിംഗ് ആയ 16 ഫാക്ട് അല്ലെങ്കിൽ സീക്രറ്റ് നമുക്ക് നമ്മളെ തന്നെ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. ഇനി നിങ്ങളൊരു പെണ്ണാണെങ്കിലും നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇത് കാണാം. നിങ്ങളെ ചുറ്റുമുള്ള ആണുങ്ങൾ, അതായത് നിങ്ങളുടെ ബ്രദേഴ്സ്, നിങ്ങളുടെ ബോയ് ഫ്രണ്ട്, നിങ്ങളുടെ ബെസ്റ്റി, ഇവരെല്ലാം കുറിച്ച് മനസ്സിലാക്കുന്ന ഒരു വീഡിയോ ആണ് ഇത്. ഇവരെല്ലാവരെയും കുറിച്ചുള്ള കുറച്ച് സീക്രറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അതായത് 16 സീക്രറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഇറ്റ്സ് മീ കിരൺ കുമാർ, വെൽക്കം ടു ദിസ് വീഡിയോ. ഈ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ആദ്യമായിട്ട് ഒരു ബോണസ് ആയിട്ട് ഒരു പോയിന്റ് പറഞ്ഞുതരാം. നോർമലി നമ്മളെല്ലാവരും ആഹാരം കഴിക്കും, അത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയാണ് നമ്മൾ ആഹാരം കഴിക്കുന്നത്. പക്ഷെ ആണുങ്ങൾ ആഹാരം കൂടുതൽ കഴിക്കും. അതിന്റെ ഒരു മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെണ്ണുങ്ങളെ ഇംപ്രസ് ചെയ്യാനാണ് ഒരു മെയിൻ കാരണം. കാരണം പെണ്ണുങ്ങൾക്ക് എപ്പോഴും അവരെക്കാൾ ഭയങ്കര സൈസായിട്ടിരിക്കുന്ന ആണുങ്ങളെ ഭയങ്കര ഒരു ഇഷ്ടമാണ്. കാരണം അവരെയും അവരുടെ കുഞ്ഞുങ്ങളെയും ശത്രുക്കളിൽ നിന്നും പ്രൊട്ടക്റ്റീവ് ആയിട്ട് നോക്കേണ്ടത് ഒരാണാണ്. അപ്പം ആ ആണിന് സ്വാഭാവികമായിട്ട് ഭയങ്കര സൈസ് വേണം. അപ്പം നല്ല ആഹാരം കഴിക്കണം. ഇങ്ങനെയൊക്കെയായിരുന്നു പണ്ട് കാലങ്ങളിൽ. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ആഹാരം കഴിക്കുന്നത് പെണ്ണുങ്ങളെ ഇംപ്രസ് ചെയ്യാൻ കൂടെയാണ്. അപ്പൊ നമുക്കിനി നമ്മുടെ മെയിൻ സീക്രറ്റ് പോയിന്റിലോട്ടൊക്കെ പോവാം. അതിൽ ആദ്യത്തെ പോയിന്റ്, നമ്മൾ ഒരു ആണിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം നമുക്ക് ഓർമ്മ വരുന്നത് അവൻ ഭയങ്കര റൂഡായിട്ട് ബിഹേവ് ചെയ്യുന്നതും ഭയങ്കര ദേഷ്യക്കാരനും അഗ്രസീവ് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരു ആളായിട്ടായിരിക്കും നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത്. അതിന് ആക്ച്വലി കാരണം ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറഞ്ഞൊരു ഹോർമോൺ ആണുങ്ങൾ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ആൺ അത്രയും അഗ്രസീവ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നത്. ഇത് പണ്ട് കാലത്ത് മനുഷ്യന്മാരെ വേട്ടയാടുമ്പോൾ തന്നെ ആണുങ്ങളായിരിക്കും കൂടുതൽ വേട്ടയാടാൻ പോകുന്നതും അതേസമയം സ്ത്രീകൾ കുഞ്ഞുങ്ങളെയൊക്കെ കെയർ ചെയ്തിരിക്കും. അതുകൊണ്ടാണ് ഇപ്പോഴും ആണുങ്ങൾ ഭയങ്കര അഗ്രസീവ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ ഹോർമോൺ ആണ് ആണുങ്ങൾക്ക് മസിൽ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു മെയിൻ കാരണം. ഇപ്പൊ ഒരു എക്സാമ്പിൾ വെച്ച് പറയണമെന്നുണ്ടെങ്കിൽ, ഒരേ സൈസിലും ഒരേ വെയിറ്റിലിരിക്കുന്ന ഒരാണും ഒരു പെണ്ണും ജിമ്മിലോട്ട് പോയി ഒരേ വർക്കൗട്ടാണ് എടുക്കുന്നതെങ്കിൽ ഏറ്റവും പെട്ടെന്ന് നല്ല റിസൾട്ട് ആയിട്ടുള്ള മസിൽ കിട്ടുന്നത് ആണുങ്ങൾക്കായിരിക്കും. അതിനും കാരണം ഈ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറഞ്ഞ ഹോർമോൺ ആണ് കാരണം. അതുകൊണ്ട് പെണ്ണുങ്ങൾ എത്ര കഷ്ടപ്പെട്ട് വർക്കൗട്ട് ചെയ്താലും ആണുങ്ങളുടെ അത്രയും സെയിം റിസൾട്ട് ആ കുറഞ്ഞ ടൈം കൊണ്ട് ഒരു പെൺകൊച്ചിന് കിട്ടാൻ ചാൻസ് ഇല്ല. അടുത്തത് രണ്ടാമത്തെ പോയിന്റ്, ആണുങ്ങൾ കൂടുതലും അനുഭവങ്ങൾ ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്, അതായത് എക്സ്പീരിയൻസ്. അതുകൊണ്ട് അവർക്ക് ഫ്രണ്ട്സിന്റെ ഒപ്പം ടൂറൊക്കെ പോകാനും ലൈഫിൽ ഇച്ചിരിയൊക്കെ റിസ്ക് ഒക്കെ എടുത്ത് നോക്കാൻ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. അതേസമയം പെണ്ണുങ്ങൾക്ക് കൂടുതലും ഒരു എന്തെങ്കിലും സാധനങ്ങളോടായിരിക്കും ഭയങ്കര ആകർഷണം. ഇത് ബന്ധപ്പെട്ട് തന്നെ ആണുങ്ങൾക്ക് കൂടുതലും വരുന്ന സ്വപ്നങ്ങൾ, അതായത് ഡ്രീംസ് വരുന്നത് കൂടുതലും ഭയങ്കര അഡ്വഞ്ചേഴ്സ് ആയിട്ടായിരിക്കും. അതായത് ഒരു ഹീറോ മെറ്റീരിയൽ ആയിരിക്കും. അതായത് സിനിമയിലൊക്കെ കാണുന്നത് പോലെ കുറെ വില്ലന്മാരൊക്കെ അടിച്ചിടുന്നത് പോലെയും, എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ നേരിടുന്നത് പോലെയും, ഇപ്പൊ എന്തെങ്കിലും സുനാമിയോ അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ ഒരു സൂപ്പർ ഹീറോനെ പോലെ അതിൽ നിന്നൊക്കെ കുറെ പേരെ രക്ഷപ്പെടുത്തുന്നത് പോലെയൊക്കെ ആയിരിക്കും അവന്റെ സ്വപ്നങ്ങളും കൂടുതലും വരുന്നത്. അതേസമയം പെണ്ണുങ്ങൾക്ക് വരുന്ന സ്വപ്നങ്ങൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ചുറ്റിപ്പറ്റിയിരിക്കുന്നതിനെ കുറിച്ചായിരിക്കും സ്വപ്നങ്ങൾ. അതായത് അവരുടെ ഫ്രണ്ട്സിനെ കുറിച്ച്, അവരുടെ അച്ഛനും അമ്മയും കുറിച്ച്, ഇപ്പൊ ബോയ് ഫ്രണ്ട്, ഹസ്ബൻഡ്, അവരൊക്കെ കുറിച്ചായിരിക്കും കൂടുതലും അവരുടെ ഡ്രീംസ് ഒക്കെ അതിനെ പറ്റിയായിരിക്കും. അടുത്ത മൂന്നാമത്തെ പോയിന്റ്, ആണുങ്ങൾ കൂടുതൽ ഫ്രണ്ട്സ് ആയിട്ട് സെലക്ട് ചെയ്യുന്നത് എപ്പോഴും സെയിം ഇൻട്രസ്റ്റ് ഉള്ളവരായിരിക്കും. അതായത് ഒരാൾക്ക് കാറാണ് ഭയങ്കര ഇഷ്ടമെങ്കിൽ അയാൾക്കുണ്ടാകുന്ന ഫ്രണ്ട്സ് മോസ്റ്റ്ലി കാറിന് ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കും. ഇപ്പൊ ഒരാൾ സയൻസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ അയാളുടെ ഫ്രണ്ട്സ് മോസ്റ്റ്ലി സയൻസ് ഇഷ്ടപ്പെടുന്നവരായിരിക്കും. കാരണം അവർ തമ്മിൽ സംസാരിക്കുന്ന എല്ലാം അതിനെക്കുറിച്ചൊക്കെ ആയിരിക്കും. അതുപോലെ തന്നെ ട്രാവൽ ചെയ്യുന്നത്, അതായത് ഒത്തിരി യാത്രയൊക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർ, അവരുടെ ഫ്രണ്ട്സ് മോസ്റ്റ്ലി യാത്രകൾ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. അവരെപ്പോഴും എവിടെയെങ്കിലും പോകാമെന്നായിരിക്കും അവർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവർ എപ്പോഴും ഒരുമിച്ച് യാത്ര ചെയ്യുന്നവരായിരിക്കും. അതുപോലെ ഒരു ഫ്രണ്ട്സിന്റെ ഗ്യാങ് എടുത്തു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് സെയിം ഇൻട്രസ്റ്റ് ഉള്ളവരായിരിക്കും കൂടുതലും കാണുന്നത്. ഇപ്പൊ അതേസമയം ഒരു പെൺകൊച്ച് അല്ലെങ്കിൽ ഒരു സ്ത്രീ ഫ്രണ്ട്സ് ആയിട്ട് സെലക്ട് ചെയ്യുന്നത് കൂടുതലും അവരെ സപ്പോർട്ട് ചെയ്യുന്നതിനും അവരുടെ ഫീലിങ്സ് ഒക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അവരായിട്ട് മിങ്കിൾ ചെയ്ത് നിൽക്കുന്നവരായിരിക്കും കൂടുതലും സെലക്ട് ചെയ്യുന്നത്. അതായത് സെയിം ഇമോഷൻസ് കണക്ട് ആവുന്നവരായിരിക്കും. അതായത് ആണുങ്ങൾ സെയിം ഇൻട്രസ്റ്റ് ആണെങ്കിൽ പെണ്ണുങ്ങളും സെയിം ഇമോഷൻസ് കണക്ട് ആവുന്നത് പോലെ ആയിരിക്കും അവരുടെ ഫ്രണ്ട്ഷിപ്പ് എടുക്കുന്നത്. അടുത്തത് നാലാമത്തത്, ആണുങ്ങൾ കൂടുതലും ഫ്രണ്ട്ലി ആയിട്ടും ഫ്രീഡം ആയിട്ട് ഇരിക്കുന്നത് കൂടുതലും അമ്മയുടെ കൂടെ ആയിരിക്കും. അതിന് കാരണം അമ്മ ഭയങ്കര സോഫ്റ്റ് നേച്ചർ ആയതുകൊണ്ടും, പിന്നെ അതുപോലെ തന്നെ മോനോട് ഭയങ്കര കെയറിങ് ആയിരിക്കും. അതുപോലെ തന്നെ മോൻ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ ആ പറയുന്ന കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് അമ്മ കേട്ടോണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അമ്മയോട് കൂടുതൽ കാര്യമായിരിക്കും, കൂടുതൽ അറ്റാച്ച്മെന്റ് ആയിരിക്കും. എന്ന് വെച്ച് ബാക്കിയുള്ളവരോട് അറ്റാച്ച്മെന്റ് ഒന്നും ഇല്ല എന്നല്ല അർത്ഥം. ഓക്കെ, ഇനി അടുത്തത് അഞ്ചാമത്തെ പോയിന്റ്, ആണുങ്ങൾക്ക് ഓവറായിട്ട് മേക്കപ്പ് ചെയ്തിരിക്കുന്ന പെണ്ണുങ്ങൾ അത്രയ്ക്ക് ഇഷ്ടമല്ല. അവർക്ക് ഒത്തിരി മേക്കപ്പ് ഇല്ലാതെ സിമ്പിൾ ആയിട്ട് ഇരിക്കുന്നതാണ് ഇഷ്ടം. അതും കൂടി ഒരു റീസൺ ആണ് ആണുങ്ങൾ ഒത്തിരി മേക്കപ്പ് ഇടാത്തതിന് ഒരു കാരണം. പക്ഷെ അതേസമയം പെണ്ണുങ്ങൾ ഓവറായിട്ട് മേക്കപ്പ് ഇടുന്നതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറായിട്ട് മേക്കപ്പ് ചെയ്താലേ അവർ ഭയങ്കര ഭംഗിയായിട്ട് അവർക്ക് ഫീൽ ചെയ്യുള്ളൂ. അടുത്ത ആറാമത്തെ പോയിന്റ്, ഒരാണ് ഒരു പെണ്ണിനെ ആദ്യമായിട്ട് കാണുമ്പോൾ ആ പെണ്ണ് അവനെ നോക്കിയോ ഇല്ല അവനെ നോക്കാതെ ചിരിക്കുന്ന അവൻ കണ്ടു കഴിഞ്ഞെങ്കിൽ അവൻ സ്വാഭാവികമായിട്ട് ആ പെണ്ണിനോട് ഒരു അട്രാക്ഷൻ ഉണ്ടാവും എന്നൊക്കെയാണ് കുറെ റിസർച്ച്മാർ പറയുന്നത്. അതുപോലെ തന്നെ ഒരാണിന് ഒരു പെണ്ണിനോട് ഇഷ്ടം തോന്നണമെങ്കിൽ മെജോറിറ്റി ആ പയ്യന്റെ അമ്മയുടെ സെയിം
ശരീരപ്രകൃതമായിരിക്കും ആ പെൺകൊച്ചിന്. അങ്ങനെയാണെങ്കിൽ മെജോറിറ്റി ആ പയ്യന് ആ പെൺകൊച്ചിനോട് ഒരു ഇഷ്ടം ഉണ്ടാവും. പിന്നെ ഈ ശരീരപ്രകൃതം എന്ന് പറയുമ്പം ബോൺ സ്റ്റൈലും സ്കെൽറ്റൻ പാറ്റേണും ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും എന്നാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും ബോയ്സിന് ഈ പറഞ്ഞ കാര്യം ഉള്ളതാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്തേക്കുക. നമുക്കപ്പോൾ അടുത്തത് 7ാമത്തെ പോയിന്റ് നോക്കാം. കൂടുതലും ബോയ്സ് സൈറ്റ് അടിക്കുന്നത് അവരുടെ ഫ്രണ്ട്സിനൊപ്പം ഇരിക്കുമ്പോഴല്ല, അവരുടെ ലവേഴ്സിന്റെ കൂടെ ഇരിക്കുമ്പോഴാണ് അവർ കൂടുതലും സൈറ്റ് അടിക്കുന്നത്. ഇനി അതേസമയം ഒരാണ് എവിടെയെങ്കിലും വെച്ച് സൈറ്റ് അടിക്കുകയാണെങ്കിൽ ഏതാണ്ടൊക്കെ ഒരു 2 മിനിറ്റ് 5 മിനിറ്റോ ചിലപ്പോൾ 1 മിനിറ്റ് ഒക്കെ കാണുള്ളൂ. പക്ഷെ അവന്റെ ജീവിതത്തിൽ മൊത്തത്തിൽ അത് കാൽക്കുലേറ്റ് ചെയ്യുവാണെങ്കിൽ അവന്റെ ജീവിതത്തിന്റെ 1 വർഷത്തോളം ഈ സൈറ്റ് അടിക്കാൻ വേണ്ടി അവൻ മാറ്റി വെച്ചിരിക്കുകയാണ്. അതായത് 70 വർഷമാണ് അവൻ ജീവിക്കുന്നതെങ്കിൽ അതിൽ 1 വർഷത്തോളം അവൻ സൈറ്റ് അടിച്ചിട്ടുണ്ടാവും. ഇതാണ് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. അടുത്ത 8ാമത്തത്, നമ്മൾ പൊതുവേ പറയും ആണുങ്ങൾ റിലേഷൻഷിപ്പിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കത്തില്ല. അതായത് പെണ്ണുങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആണുങ്ങൾ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുള്ളൂ. പക്ഷെ അത് ശരിക്കും സത്യമല്ല. ഒരു പെണ്ണ് എങ്ങനെയാണോ ഒരു റിലേഷന് ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഒരാണും ആ റിലേഷൻഷിപ്പിന് ഇമ്പോർട്ടൻസ് കൊടുക്കും. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ എപ്പോഴും അത് കാണിച്ചുകൊണ്ടിരിക്കത്തില്ല. അതുകൊണ്ടാണ് പെണ്ണുങ്ങൾ എപ്പോഴും വിചാരിക്കുന്നത് ആണുങ്ങൾക്ക് ഒരു ഇമ്പോർട്ടൻസ് ഈ റിലേഷൻഷിപ്പിൽ ഇല്ല എന്ന് വിചാരിക്കുന്നതിന്റെ കാരണം. അതുകൊണ്ട് ഇത് കേട്ടിട്ടെങ്കിലും മനസ്സിലാക്കിക്കോ, ഒരു പെണ്ണ് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഒരു റിലേഷൻഷിപ്പിന് കൊടുക്കുന്നോ അത്രയും ഇമ്പോർട്ടൻസ് തന്നെ ഒരു പയ്യനും ആ റിലേഷൻഷിപ്പിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. സോ അടുത്ത പോയിന്റിലോട്ട് പോവാം. അതായത് 9ാമത്തെ പോയിന്റ്, ഒരു പെൺകൊച്ചിനെ വെച്ച് നോക്കുമ്പോൾ ഒരു പയ്യന്റെ ഓർഗൻസ് അല്ലെങ്കിൽ പല ബോഡി പാർട്സും ആണുങ്ങൾക്കായിരിക്കും കൂടുതൽ വലിപ്പം പെണ്ണുങ്ങളെ അപേക്ഷിച്ച്. അതായത് ആണുങ്ങളുടെ പല്ല് പെണ്ണുങ്ങളെ അപേക്ഷിച്ച് ഭയങ്കര വലുതാണ്. അതുപോലെ തന്നെ ആണുങ്ങളുടെ ബ്രെയിനും പെണ്ണുങ്ങളെ അപേക്ഷിച്ച് വലിപ്പം കൂടുതലുണ്ട്. അതായത് ഏതാണ്ടൊക്കെ ഒരു 10% എന്ന് വെച്ച് ഇപ്പൊ ബ്രെയിൻ വലിപ്പം കൂടുതലെന്ന് വെച്ച് ആണുങ്ങളും പെണ്ണുങ്ങളെക്കാളും ഭയങ്കര ഇന്റലിജന്റ് ആണെന്നൊന്നും ഇല്ല. പെണ്ണുങ്ങളാണ് ആണുങ്ങളെക്കാളും കൂടുതൽ ഇന്റലിജന്റ്. അതായത് പെണ്ണുങ്ങൾക്കൊക്കെ മൾട്ടി ടാസ്കിംഗ് ഒക്കെ ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിനൊക്കെ കുറിച്ചും ഈ ബ്രെയിനെ കുറിച്ചുള്ള കുറെ ഫാക്ട്സ് ഒക്കെ കുറിച്ച് ഞാൻ ഒരു വീഡിയോ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുത്തേക്കാം. അതുപോലെ തന്നെ ഒരു പെൺകൊച്ച് കാണുന്നതിന്റെ അത്രയും കളർ ഒരു ആണിനെ കൊണ്ട് കാണാൻ പറ്റത്തില്ല. ഇതിനെക്കുറിച്ച് ആ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അത് കേൾക്കുമ്പോൾ ഇതിനെക്കുറിച്ച് മനസ്സിലാവും. എന്തായാലും ഇപ്പൊ മനസ്സിലാക്കേണ്ടത്, ഒരു പെൺകൊച്ച് കാണുന്നതിന്റെ അത്രയും കളർ ഒരാണെ കൊണ്ട് കാണാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ആണ് കുറച്ച് കളറേ കാണുന്നുള്ളൂ. അപ്പോൾ അടുത്ത 10ാമത്തെ പോയിന്റ്, ഒരാണാണോ ഒരു പെണ്ണാണോ ഏറ്റവും കൂടുതൽ കള്ളത്തനം പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരാണാണ് ഏറ്റവും കൂടുതൽ കള്ളത്തനം പറയുന്നത്. അതായത് പെണ്ണുങ്ങൾ പറയുന്നതിന്റെ ഡബിൾ മടങ്ങ് കള്ളത്തനം ഒരാണ് പറയും. ആ കള്ളത്തനം പറയുന്നതിന്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഒരു പെൺകൊച്ചിനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയും, രണ്ടാമത്തേത് അവരുടെ ഇമോഷൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി. അതായത് വേറെ ആരോടും അവരുടെ ഇമോഷൻസ് ഷെയർ ചെയ്യാതെ ഇരിക്കാൻ വേണ്ടി. അതായത് ഇപ്പൊ കള്ളത്തനം പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും സുഖമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറയുന്ന ഈ ചെറിയ ചെറിയ കള്ളത്തനങ്ങളാണ് ഈ പറഞ്ഞു വരുന്നത്. അടുത്ത 11th പോയിന്റ്, ഒരു റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പെണ്ണുങ്ങൾ വിചാരിക്കും അത് നമുക്ക് സംസാരിച്ച് തീർക്കാം എന്നായിരിക്കും അവരുടെ ഒരു ചിന്ത. അതേസമയം ഒരാണ് ചിന്തിക്കുന്നത് തൽക്കാലം ഇപ്പൊ ഇതിനെ കുറിച്ചൊന്നും സംസാരിക്കേണ്ട, നമുക്ക് ഈ പ്രശ്നത്തിൽ നിന്ന് ഒന്ന് മാറി നിന്നേക്കാം, അപ്പൊ തന്നെ എല്ലാ പകുതി പ്രശ്നങ്ങളും ശരിയാവും എന്നാണ് അവന്റെ ചിന്ത പോകുന്നത്. അതുകൊണ്ടാണ് ഈ പെണ്ണുങ്ങളും നോക്കാൻ നേരത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ആണുങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കാതെ ഒഴിഞ്ഞു മാറുന്നത് പോലെ അവർക്ക് ഫീൽ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒഴിഞ്ഞു മാറുന്നത് ഈ പ്രശ്നം കൂടുതൽ വഷളാക്കണ്ടെന്നുള്ള രീതി ചിന്തിച്ചിട്ടാണ് അവർ ഒഴിഞ്ഞു മാറുന്നത്. പക്ഷെ പെണ്ണുങ്ങൾക്ക് തോന്നാൻ സാധ്യതയുള്ളത് ഈ ആണെന്തോ തെറ്റ് ചെയ്ത് അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് ഒന്നും സംസാരിക്കാതെ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നതെന്ന്. ശരിക്കും അങ്ങനെയല്ല, ഈ പറഞ്ഞ കാരണങ്ങളാണ്. അടുത്ത 12th പോയിന്റ്, ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പെണ്ണുങ്ങളാണ് ഭയങ്കരമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ കഴിവുള്ളത്. പക്ഷെ അതേസമയം ആണുങ്ങൾ ഈ ഇമോഷന്റെ കാര്യത്തിൽ ഭയങ്കര വീക്ക്നെസ് ഉള്ളവരാണ്. ശരിക്കും ആണുങ്ങളാണ് ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ആൾക്കാർ. പക്ഷെ അവർ പുറത്ത് കാണിക്കത്തില്ല. അതേസമയം ആണുങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിലും അവരത് പുറത്ത് ആരോടും ചോദിക്കത്തില്ല. എല്ലാം അവര് തന്നെ സ്വന്തമായിട്ട് ചെയ്യാൻ നോക്കും. അതുകൊണ്ട് തന്നെ അവർ കൂടുതൽ ഇമോഷനും ആവും. ഇപ്പൊ ഒരാണ് ഇമോഷൻസ് പുറത്ത് കാണിക്കുവാണെങ്കിൽ ആ സൊസൈറ്റി പറയുന്നത് നീ ഒരാണാണ്, നീ ഒരിക്കലും ഇങ്ങനെ ഇമോഷൻ ഒന്നും കാണിക്കാൻ പാടില്ല, ഭയങ്കര ധൈര്യമായിട്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞ് ആണിന്റെ ഇമോഷൻസ് ഒന്നും പുറത്ത് കാണിക്കാൻ പാടില്ല എന്ന് തന്നെ സൊസൈറ്റി തന്നെ ആണിനെ പഠിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ഇനി ഇതൊക്കെ എന്നിനി മാറുമോ എന്തോ. അടുത്ത 13ാമത്തെ പോയിന്റ്, പെണ്ണുങ്ങളെക്കാളും ഏറ്റവും കൂടുതൽ അടി വെക്കുന്നത് ആണുങ്ങളാണ്. അതായത് ആണുങ്ങൾ തമ്മിലായിരിക്കും കൂടുതൽ അടി ഉണ്ടാവുന്നത്. പക്ഷെ എത്ര അടി ഉണ്ടായാലും അവസാനം അത് തീരുന്നത് ഒരു ഫ്രണ്ട്ഷിപ്പിലായിരിക്കും. അത് ബന്ധപ്പെട്ടാണ് ഒരു സിനിമ തന്നെ ഈടൊക്കെ ഉണ്ടായിരുന്നൊരു തല്ലുമാല. ശരിക്കും ആ സിനിമയെ കാണിക്കുന്ന പോലെ ഒരു ആണിന്റെ ലൈഫിൽ ഒരു അടി ഉണ്ടാക്കി തന്നെയാണ് മെജോറിറ്റി ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവുന്നത്. ഇനി അതുപോലെ ഈ ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യം പറയുവാണെങ്കിൽ ആണുങ്ങൾ ഏറ്റവും കൂടുതൽ കൺവിൻസ് അല്ലെങ്കിൽ കംഫർട്ടായിട്ട് ഇരിക്കുന്നത് വേറൊരു ആണായിട്ടുള്ള ഫ്രണ്ട്സിന്റെ കൂടെ ഇരിക്കുമ്പോഴാണ്. ഒരിക്കലും ഗേൾ ഫ്രണ്ടിന്റെ കൂടെയോ ഇല്ല ഗേൾ ബെസ്റ്റിന്റെ കൂടെ ഇരിക്കാൻ നേരത്തെ ഒരിക്കലും അവർ ഭയങ്കര ഓപ്പൺ ആയിട്ട് ഇരിക്കത്തില്ല, അല്ലെങ്കിൽ ഭയങ്കര കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റത്തില്ല. അവർക്കൊരു ആണ് തന്നെ ഫ്രണ്ട്സ് ആയിട്ട് വേണം. അടുത്ത 14ാമത്തെ പോയിന്റ്, ഒരാണ് ഒരു പെണ്ണിനോട് അവളുടെ എക്സിനെ പറ്റി ചോദിക്കുവാണെങ്കിൽ ആ ആണ് സ്വാഭാവികമായിട്ട് പറയുന്നത് നീ പറയുന്നതുകൊണ്ട് എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, എനിക്ക് കുഴപ്പമില്ല, നീ
ഓപ്പൺ ആയിട്ട് പറഞ്ഞാൽ മതി എന്ന് പറയും. പക്ഷെ ആ പെണ്ണ് ഇതിനെക്കുറിച്ച് ഓപ്പൺ ആയിട്ട് പറയുമ്പം ആണിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു പ്രശ്നം ഉണ്ടാവും. അതായത് അവൻ അതിൽ ഭയങ്കര കംഫർട്ട് ആയിരിക്കില്ല, അവൻ ഇച്ചിരി അതിൽ ഭയങ്കര വിഷമൊക്കെ ഫീൽ ചെയ്യും. അതായത് തന്റെ ലവറിന് വേറൊരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു എന്നുള്ള ഒരു കാര്യം കേൾക്കുമ്പോൾ അവന് സ്വാഭാവികമായിട്ട് ഒരു വിഷമം വരും. എത്ര വരൂല എന്ന് പറഞ്ഞാലും അവന് ഉറപ്പായിട്ടും ആ ഒരു വിഷമം ഉണ്ടാവും. അടുത്ത 15ാമത്തെ പോയിന്റ്, ഒരാണിനെ സംബന്ധിച്ച് ഒരു കാര്യം സംസാരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നത് പോലെയാണ്. പക്ഷെ ഒരു പെണ്ണുങ്ങളെ സംബന്ധിച്ച് ഈ സംസാരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻറ്റെയിനിങ് റിലേഷൻഷിപ്പ് ആണ്. അതുകൊണ്ട് തന്നെ ആണുങ്ങളെ വെച്ച് നോക്കുമ്പോൾ പെണ്ണുങ്ങൾക്ക് ഈ സംസാരിക്കുന്നതിന്റെ കാര്യത്തിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. അടുത്ത 16ാമത്തെ ലാസ്റ്റ് പോയിന്റ്, ആണുങ്ങൾ വയസ്സാവുന്നത് ഭയങ്കര കുറവാണ്. അതായത് പെണ്ണുങ്ങളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ആണുങ്ങൾ പെട്ടെന്ന് വയസ്സാവത്തില്ല. അതിന്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നാണ്. സ്കിൻ എലാസ്റ്റിസിറ്റി ആണുങ്ങൾക്ക് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വയസ്സാവുന്ന ഒരു ഫീല് വരുന്ന ആ സ്കിന്നൊക്കെ ചുരുങ്ങി വരുമല്ലോ, അത് ആണുങ്ങൾക്ക് പെട്ടെന്നൊന്നും വരത്തില്ല. പക്ഷെ അതേസമയം പെണ്ണുങ്ങൾക്ക് അത് പെട്ടെന്ന് തന്നെ വരും. അതുകൊണ്ടാണ് ഈ വയസ്സാവത്തില്ല എന്ന് പറഞ്ഞതിന്റെ കാരണം. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഈ 16 പോയിന്റുകൾ. നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയതും, നിങ്ങൾ ഒരാളാണെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് എത്രത്തോളം കാര്യങ്ങൾ നിങ്ങൾക്ക് മാച്ചിങ് ആയിട്ട് വരുന്നുണ്ടെന്നുള്ളതും, അതേസമയം നിങ്ങളൊരു പെണ്ണാണെങ്കിൽ ഈ പറഞ്ഞ കാര്യത്തിൽ ആണുങ്ങളിൽ നിന്നും ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഏതാണെന്നും അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടക്കുറവുള്ള കാര്യങ്ങൾ ഏതാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ ഇനി എന്തായാലും അടുത്ത വീഡിയോ കാണാം. അടുത്ത വീഡിയോ ഗേൾസിനെ കുറിച്ചുള്ള ഒരു സീക്രട്ട് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വരാം. അപ്പോൾ എന്തായാലും അതുവരെ ബൈ.